എറണാകുളത്ത് ഇന്ത്യ സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണന്റെ പ്രചരണം പുരോഗമിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണ് വോട്ടർമാർക്ക് നൽകാനുള്ള ഉറപ്പെന്നും മോദിയാണ് ഇവിടെ മത്സരിക്കുന്നതെന്നും താൻ മോദിയുടെ പടയാളിയാണ് എന്നും കെ.എസ്. രാധാകൃഷ്ണൻ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ NDA സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണനാണ് എന്നോടൊപ്പമുള്ളത്. അല്പം വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെങ്കിൽ കൂടിയും എല്ലാ മേഖലകളിലും ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മേഖലകളിലും കൃത്യമായി അറിയാവുന്ന, ഇവിടുത്തെ ഓരോ ആൾക്കാരുടെയും വികാരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കെ.എസ്. രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എളുപ്പം ഇറങ്ങിച്ചെല്ലാനും അദ്ദേഹത്തിന് കഴിയും. ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോകുന്നതെന്നൊന്ന് ചോദിക്കാം. ഇപ്പോൾ പ്രചരണം ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ ഒരു തിരുത്ത് എന്താണെന്ന് വെച്ചാൽ, വൈകി എന്നുള്ളത് ശരിയല്ല. വൈകിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആലപ്പുഴ മത്സരിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയത് 21 ദിവസമാണ്. ഇപ്പം നമുക്ക് കണ്ട് 35 ദിവസം കിട്ടുന്നുണ്ട്. അതൊക്കെ സഫിഷ്യൻ്റ് ആൻഡ് മോർ എന്ന് പറയാവുന്ന തരത്തിൽ ആവശ്യത്തിലും അധികമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറയണം മറ്റുള്ളവർ നേരത്തെ ഇറങ്ങിയെന്ന്. അത് അവരുടെ ഇഷ്ടം. അത് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിൽ അതിനൊക്കെ അവകാശങ്ങളുണ്ട്. അവരത് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 കൊല്ലമായി. ആ 10 കൊല്ലം എന്ന് വെച്ചാൽ 10 കൊല്ലത്തെ മോദി ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് മോദി ഗ്യാരണ്ടി? മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, ഇതെല്ലാ മനുഷ്യർക്കും ഉറപ്പാക്കി കൊടുക്കുക എന്നാണ് മോദി ഗ്യാരണ്ടി. ആ മോദി ഗ്യാരണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം ആ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മോദി ഗ്യാരണ്ടിയിലെ, മോദി പരിവാറിലെ, മോദിയുടെ കുടുംബത്തിലൊരംഗമാണ് ഞാൻ. ഇവിടെ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ മോദിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു യോദ്ധാവ് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവും. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭയിലെ കന്നി പോരാട്ടത്തിൽ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. ഏതാണ്ട് 13% വോട്ട് 14% വോട്ട് വർധനവ്, 1,87,000 വോട്ട്. അത് ആലപ്പുഴയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായി മാറി. അവിടെയാണ് കേരളത്തിലെ ആകെ കോൺഗ്രസ് തോറ്റ ഒരു മണ്ഡലവും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് NDA പോരാട്ടം പൂർണ്ണമായി വിജയിച്ച ഒരു തരത്തിൽ പറഞ്ഞാൽ ആലപ്പുഴയിൽ മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു വലിയ മുന്നേറ്റത്തിലൂടെ അതൊരു വിജയമാക്കി മാറ്റണം. കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ സൃഷ്ടിച്ച ഒരു വോട്ട് വർധനവ് എറണാകുളത്തുണ്ടായാൽ അത് നമ്മുടെ വിജയമായി മാറാനുള്ള സാധ്യതയല്ലേ നിലനിൽക്കുന്നത്? നിങ്ങൾ വോട്ട് വർധനവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജയത്തെക്കുറിച്ചാണ് പറയുന്നത്. വോട്ട് വർദ്ധിപ്പിക്കാനല്ല നിൽക്കുന്നത്. വോട്ട് വർധനവ് വിജയമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. വോട്ട് വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, ഈ പ്രാവശ്യം താമര ചിഹ്നത്തിൽ NDA സ്ഥാനാർത്ഥിയായി എറണാകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ജയിക്കും. അതിലൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് NDA വിജയിക്കണം? മറ്റ് പലരും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം LDFും UDFും ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. ഇവിടെ NDA വിജയിച്ചാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് വോട്ടർമാരോട് പറയാനുള്ളത്? NDA വിജയിച്ചു കഴിഞ്ഞാൽ മോദി ഗ്യാരണ്ടിയാണ് മാറ്റം. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനം. അതാണ് മോദി ഗ്യാരണ്ടി. അതാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ പ്രചരണം ഈ ഒരു മാസം കൊണ്ട് പൂർണ്ണമായും മറ്റുള്ളവരെ കവച്ചു വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം തന്നെയുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്കിത് അവർ നേരത്തെ വന്നു എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10 വർഷമായിട്ട് ഇവിടെ പ്രചരണമുണ്ട്. ആ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ മോദിയാണ്. മോദിയെ മുൻനിർത്തി തന്നെയാണ് ഇവിടുത്തെ പ്രചരണം. അത് 10 വർഷമായി ആരംഭിച്ചതാണ്. അതുകൊണ്ട് ഇപ്പോഴും പ്രചരണത്തിൽ ഒരു തരത്തിലും വൈകിട്ടില്ല. വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എറണാകുളം പിടിച്ചെടുക്കാൻ സാധിക്കും എന്നതാണ് NDA സ്ഥാനാർത്ഥി കെ.എസ്. രാധാകൃഷ്ണന്റെ പ്രതീക്ഷ.